കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് തമ്പീനെ അപർണ വിളിക്കുകയാണ്. അപർണ വിളിച്ചിട്ട് വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അല്ല മോൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല ചാ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. അതെ, എനിക്ക് ഇപ്പോഴും സമാധാനമായത് നീ തമ്പിയുടെ മോള് തന്നെയാ. കൃത്യസമയത്ത് നിനക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാൻ പറ്റിയല്ലോ. എനിക്ക് എന്തുകൊണ്ടും ആ അജയനേക്കാളും ഇഷ്ടപ്പെട്ട അമലിനെ. അവനാളൊരു പാവാ. പക്ഷേങ്കില് ഇപ്പോഴാണ് നമ്മുടെ ദൗത്യം പൂർണ്ണമായെന്ന് പറയാം. ഇത് കേട്ടതും തമ്പിയോട് അപർണ പറഞ്ഞു, അച്ഛൻ അന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, അച്ഛൻ ഇനി നേരത്തെ കാലത്തൊക്കെ വീട്ടിൽ വരണം, അമ്മ തന്നെ ഉള്ളൂ, ആ ഒരു ചിന്ത വേണമെന്ന് പറയാം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ നേരത്തേക്ക് വന്നോളാം, മോൾക്ക് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ടെന്ന് പറയാം. പിന്നെ അറിയാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ, എന്തേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഞാന് ആ സൂര്യക്ക് കൈയൊക്കെ കൊടുത്തിട്ട് പോന്ന് അത് മനസ്സോടെ അല്ലെന്നുള്ള മോൾക്ക് ആ കാര്യം അറിയാലോ. എന്റെ മനസ്സിൽ പകയുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാ ഞാൻ അവനുമായിട്ട് അടുത്തിടപഴകിയത്. എനിക്കത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ല അവൻ ചെയ്ത ചതി. കൂടെ നിന്നിട്ട് കാല് വാരുമല്ലേ അവൻ ചെയ്തേ. അപ്പൊ അവനോട് എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അപ്പൊ മോള് വേണം അതിനെല്ലാം പകരം വീട്ടാണെന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് തമ്മിയുടെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് അവരോട്, നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യനെ പറഞ്ഞു കൊടുക്കുന്ന മോളോട്? ഇങ്ങനെയാണോ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം വീട്ടിലേക്ക് തന്നെ മോളോട് പറഞ്ഞു കൊടുക്കണേന്ന് ചോദിക്കാം. ഇതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, നീ ഇത് അറിയേണ്ട കാര്യമില്ലെന്ന് പറയണേ. ഇങ്ങ് തന്നി ആ ഫോണെന്നും പറഞ്ഞോണ്ട് അവരെ ഫോണും കൂടെ പിടിച്ചു വാങ്ങുവാണ്. അത് മോളെ, നീ ഇതൊന്നും കേൾക്കണ്ട കേട്ടോ. നിന്റെ അച്ഛൻ ഇങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. മോളൊന്നും കേൾക്കണ്ട, മോളുടെ കുടുംബമാണ്. അമല് നല്ലവനാ, നല്ലൊരു കുടുംബജീവിതം അവിടെ നയിക്കാൻ നോക്ക്. അവിടെ പോയി തല്ലിപ്പിരിഞ്ഞ് ഇങ്ങോട്ട് വരാനല്ല മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം. അതെ അമ്മേ, എന്റെ കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട. എനിക്ക് എന്തായാലും അജയനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടിയിരിക്കുന്നത്. അമലിനെ കിട്ടിയ ജീവിതം ഞാൻ നല്ലവണ്ണം തന്നെ ജീവിച്ചോളാം. അമ്മയ്ക്ക് അത് കണ്ട് സന്തോഷവും. അമ്മ ധൈര്യമായിട്ട് ഇരുന്നോളാം പറയാണ്. പിന്നീട് ശരിയെന്നും പറഞ്ഞുകൊണ്ട് അപർണ അങ്ങോട്ട് കോള് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് അപർണ കോള് കട്ട് ചെയ്തില്ല. അപ്പോഴാണ് അമ്മയുടെ സൗണ്ട് കേൾക്കുന്ന ഫോണിൽ കൂടെ. അച്ഛനോട് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങൾ എന്തിനാ അങ്ങനെ അവളെ ഇങ്ങനെ ഇളക്കി വിട്ടേന്നുള്ള കാര്യം നിങ്ങൾ പല കാര്യങ്ങളും അവളോട് പറഞ്ഞു വിട്ടായിരുന്നില്ലേ. അതുകൊണ്ടല്ലേ ആ CEO പദവി തന്നെ അവള് ചെന്ന് കയറിയ നിമിഷം തന്നെ ചോദിച്ചേ. എനിക്ക് മനസ്സിലായി എല്ലാത്തിനും പിന്നെ നിങ്ങളുടെ ബുദ്ധിയാന്നുള്ള കാര്യം. ഇത് അപർണ കേട്ടു. അപർണയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന്. പിന്നീട് അമല് നേരെ ഹാളിലേക്ക് വരുവാണ്. ഈ സമയത്ത് മുത്തശ്ശിയും പ്രഭാവതി എല്ലാവരും ഉണ്ടായിരുന്നു ഹാളില്. പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു, അല്ല വിളക്ക് വെക്കാൻ നേരമായെന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, ഇല്ല മുത്തശ്ശി, കുറച്ച് സമയം കൂടെ കഴിയണമെന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യ, അപർണ മോള് വേണം ഇന്ന് വിളക്ക് വെക്കാനെന്ന് പറയാം. ഇത് കേട്ടത് അമല് പറഞ്ഞു, ഇന്ന് തന്നെ ആക്കണം എന്തിനാ, എല്ലാ ദിവസവും അവളെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിച്ചാൽ മതി എന്ന് പറയാം. ഒരു ദിവസം ആക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. അതെ, പിന്നെ കുടുംബത്തിൽ വേറെ ചില ആചാരങ്ങളും കൂടെ ഉണ്ട്, അതൊക്കെ കൂടെ ചെയ്യണമെന്ന് പറയാം. അമല് പറഞ്ഞു, അതെന്താ ആചാരമാ? അതൊക്കെ ഉണ്ട്. പിന്നീട് അപർണ അങ്ങോട്ട് വരുവാണ്. അമൃത എല്ലാരും കൂടെ വന്നു. മുത്തശ്ശി പറഞ്ഞു, കുറെ ആചാരങ്ങളും കൂടെ നടപ്പാക്കണമെന്ന് പറയാം. പെട്ടെന്ന് അമൃത പറഞ്ഞു, അതിന്റെ കാര്യമുണ്ടോ? ഞാൻ ശരണേട്ടന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പം എന്നെ നിലവിളക്ക് കൊളുത്തി മാത്രമേ സ്വീകരിച്ചുള്ളൂ, അങ്ങോട്ട് വേറെ ആചാരങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹമൊക്കെ മനസ്സിലായി. അതുകൊണ്ടല്ലേ നീ ഒരു വർഷം പോലും അവിടെ തേക്കാതെ 3-ാം നാൾ ഇങ്ങോട്ട് ഓടിപ്പോന്നെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അമൃതയൊന്നും മിണ്ടിയില്ല. അമല് പറഞ്ഞു, വടി കൊടുത്ത് അടി വാങ്ങി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അമൃത പതുക്കെ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. ഈ സമയം പ്രഭാവതി പറഞ്ഞു, അമ്മേ ഇനി വേറെ ചടങ്ങുകളൊന്നും വേണ്ടാന്ന് പറയാം. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ തീരുമാനിച്ചോളാം. എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം. അതെ, മഹാലക്ഷ്മി ഇങ്ങോട്ട് കടന്നു വരണമെങ്കിലേ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാകുള്ളൂ എന്ന് പറയണം. പിന്നീട് അമൃതനെ അരിയിലേക്ക് വിളിക്കുകയാണ്. എന്താ മുത്തശ്ശി, എന്താ കാര്യം? അതെ, മോള് ചില ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് പറയാം. ഈ കുടുംബത്തിലേക്ക് മഹാലക്ഷ്മിയായിട്ട് വന്നു കയറിയ ആള് മോളാ. അപ്പൊ അതിവിടെ കുടിയിരിക്കണമെങ്കിൽ, മഹാലക്ഷ്മി ഇവിടെ കുടിയിരിക്കണമെങ്കിൽ മഹാലക്ഷ്മിയെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ മതിയാകുള്ളൂ എന്ന് പറയാം. പിന്നീട് ഒരു വെറ്റിലും ബാക്കി എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ മോളൊരു കാര്യം ചെയ്യണം. ഇവിടെ ഒരു വെള്ളത്തുണി വിരിക്കും. ആ വെള്ളത്തുണിയാല് മോളുടെ കാൽപാദം പതിപ്പിക്കണം. അത് കുങ്കുമത്തെ ചവിട്ടിയിട്ട് ആ കുങ്കുമം വെച്ചാൽ ആ കാൽപാദം വേണം ആ വെള്ളത്തുണിയെ പതിപ്പിക്കാനായിട്ട്. ആ വെള്ളത്തുണി ഇവിടെ എടുത്തു വെക്കും. അറിയാവോ, അങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കാന്ന. നിന്റെ അമ്മ പ്രഭാവതി ഉണ്ടല്ലോ, അവരും ഇങ്ങനെ ചെയ്താന്ന് പറയണ. പെട്ടെന്ന് അവള് ചോദിച്ചു, അവളുടെ ചില ജാനിയോട് ചോദിച്ചു, ജാനിയടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ചോദിക്കുക. പ്രഭാവതി പറഞ്ഞു, അനി ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ അബിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവന് ഒന്നിലും വിശ്വാസമില്ല, അതുകൊണ്ടാ ചെയ്യാത്തേന്ന് പറയാം. പെട്ടെന്ന് തന്നെ സുമംഗല പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല മോളെ ചെയ്യാത്തെ, ഞാൻ ചെയ്യിക്കാത്ത. അല്ലെങ്കിലും ഇങ്ങോട്ട് കയറി വന്ന് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അവളെ ഞാൻ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ടാന്ന് പറയാം. ജാനയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. ഈ സമയം അപർണയുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായി. പക്ഷേങ്കില് പ്രഭാവതി പെട്ടെന്ന് പറഞ്ഞു, അതെ അമ്മ എന്തെങ്കിലും ചടങ്ങുകൾ നടത്തുന്നുണ്ടെന്ന് നടത്തു കേട്ടോ എന്ന് പറയാണ്. ജാനകിയുടെ മനസ്സ് വേദനിച്ചെന്ന് പ്രഭാവതിക്ക് മനസ്സിലായി.
പിന്നീട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യാം, മോള് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയണം. നിറകുടവുമായിട്ട് വേണം ഈ ചടങ്ങ് ചെയ്യാനായിട്ട്. നിറകുടവുമായിട്ട് വന്നിട്ട് വേണം കുങ്കുമത്തിനകത്ത് ചവിട്ടി ആ കാല് കൊണ്ടുപോയി വെള്ളത്തുണിയെ പതിപ്പിക്കാമെന്ന് പറയാം. പെട്ടെന്ന് അമ്മല് പറഞ്ഞു ആഹാ കൊള്ളാലോ, നിറകുടമായിട്ട് വേണോ അല്ലേന്ന് ചോദിക്കാം. ശരി ശരി അന്നെങ്കിലേ കുടം മേടിച്ചോളാൻ പറയാണ്. ഈ സമയത്ത് മുത്തശ്ശിയോട് നിനക്കെന്താടാ ഇത്ര ധൃതി? അല്ല വെള്ളം എടുക്കണ്ടേ? പൈപ്പിന്ന് പോരാ, കിണറ്റിൻകരയിൽ തന്നെ കോരണം. കാരണം പൈപ്പിലെ വെള്ളമൊന്നും വേണ്ട, കിണറ്റിൻകര നല്ല ശുദ്ധമായ വെള്ളം എടുത്തുകൊണ്ട് വന്ന് വേണം ഇത് ഈ ചടങ്ങുകളൊക്കെ ചെയ്യാനെന്ന് പറയാം. മുത്തശ്ശിയോട് ശരി നീയും കൂടെ കൂട്ടിയല്ലേ, അതിന് ഞാനെന്തിനാ പോണേ? പിന്നെ നീയല്ലേ ഭർത്താവ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ നീയും കൂടെ കൂട്ടിയെല്ലാം പറയണം. ഈ സമയം നളിനി കുടവായിട്ട് ഇങ്ങോട്ട് വന്നു. അത് അപർണയെ കൊടുത്തിട്ട് പറഞ്ഞു മോളിത് ഒരു കാര്യം ചെയ്യ, ഈ കുടവായിട്ട് കിണറ്റിങ്ങര പോയി വെള്ളം കോരിക്കൊണ്ട് വരാൻ പറയണം. പെട്ടല്ലോ എന്ന് ഓർത്തോണ്ട് അങ്ങനെ അപർണ കിണറ്റിങ്ങരയിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പതുക്കെ അവൾ എന്ത് ചെയ്യുവാണ്, അപർണ നേരെ പൈപ്പിന്റെ വീട്ടിലേക്ക് പോവാണ്. എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട് വരാൻ അമല് പറയാ. അതെ ആ ഊടായ്പൊന്നും ഇവിടെ നടക്കത്തില്ല, കിണറ്റിന്ന് തന്നെ വെള്ളം കോരിയാൽ മതി എന്ന് പറയാം. ഇത് കേട്ട അപർണ പറഞ്ഞു ഈ കിണറ്റിലെ വെള്ളം തന്നെയല്ലേ അടിച്ചാ ടാങ്കിനകത്തേക്ക് ഇടുന്നേ, പിന്നെന്താ കുഴപ്പം പൈപ്പിൽ നിന്ന് കുടിച്ചാല്? അത് വേണ്ട, അങ്ങനെ ഓസ് കാര്യം നേടാൻ നോക്കണ്ട, ഞാനിത് മുത്തശ്ശിയോട് ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയണം. അവസാനം പറഞ്ഞതേ തൊട്ടിയും കയറൊക്കെ ഇരിക്കുന്നു, കിണറ്റിനകത്തുനിന്ന് വെള്ളം കോരാൻ പറയണ. അല്ല ഇത് എങ്ങനെ കോരുന്നേ? അതറിയത്തില്ലല്ലേ, ആദ്യം ആ തൊട്ടിയെ കിണറ്റിലേക്ക് ഇടണം, എന്നിട്ട് കയറെ പിടിച്ചു പൊക്കണം, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാന്ന് പറയണ. അങ്ങനെ അമ്മല് പറഞ്ഞു കൊടുത്തു. അപർണ എങ്ങനെ ചെയ്യും? അമ്മണ്ണയ്ക്ക് ദേഷ്യമോ സങ്കടം വന്നു, വലിച്ചിട്ടാണെങ്കിൽ തൊട്ടി പൊങ്ങി വരുന്നില്ല വെള്ളമൊന്നും. ഈ സമയത്ത് അമല് പറഞ്ഞു എന്നെ എത്ര വിഷമം, വർക്കൗട്ടൊക്കെ ചെയ്യുന്നതല്ലേ, നല്ല ആരോഗ്യത്തോടെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് പൊക്കങ്ങോട്ട്, എന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് കോരി ഒഴിക്കുക, കുട അങ്ങോട്ട് നിറയട്ടെ എന്ന് പറയാം. നിന്നെ ഞാനിന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കലിപ്പ് മൂടിലാണ് അപർണ നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് അമല് പറഞ്ഞു അതിനുശേഷം വേണം ബാക്കി ചടങ്ങുകളോട് നടത്താനായിട്ട്, പെട്ടെന്നാട്ടെ എന്ന് പറയണം. അങ്ങനെ കുടം നിറച്ചും വെള്ളം കോരുവാണ്. വെള്ളം കോരി എടുത്തിട്ട് പറഞ്ഞു അതേ എന്നാ ഇത് കൊണ്ടുവരാൻ പറയണം. ഞാനോ? പിന്നെല്ലാം ഞാനാണ് എടുക്കുന്നത്, തൂയിക്കൊണ്ട് വരാൻ പറയണം. ഒരു വിധത്തിൽ തൂയിക്കൊണ്ട് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു അല്ല പൂജാമുറിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നോ അമൃതേന്ന് ചോദിക്കാണ്. എല്ലാം ശരിയായി മുത്തശ്ശി, ഇനി ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ശരി ശരി. പിന്നീട് അവിടെ കൊണ്ടുവന്നൊരു തുണിയൊക്കെ വിരിച്ചു. ഈ സമയം ജാനകി ഒരു തട്ടത്തിനകത്ത് കുറെ കുങ്കുമമായിട്ട് വന്നു. അതിനകത്ത് കാല് മുക്കിയിട്ട് വേണം വെള്ളത്തുണിയെ പതിപ്പിക്കാനായിട്ട്. ഈ സമയത്താണ് വെള്ളക്കുടമായിട്ട് അപർണയും അമലും കൂടെ അങ്ങോട്ട് വരുന്നത്. അപർണയാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യവും സങ്കടം കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുത്തശ്ശി പറഞ്ഞു ഇതെന്താ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ടല്ല വരണ്ടേ, അരയില് കുടം വെച്ച് വേണം, അങ്ങനെ വേണം നിറകുടമായിട്ട് വന്ന് ഈ കാര്യങ്ങൾ നടത്താനെന്ന് പറയാം. ഇത് കേട്ടത് അരയില്ല അതെങ്ങനെയാ വെക്കണേ എനിക്കറിയത്തില്ല, മുത്തശ്ശി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കൂടെ മേടിക്കാൻ തുടങ്ങുക. പെട്ടെന്ന് അമരണയുടെ കയ്യിൽ നിന്ന് ആ കുടവങ്ങ് താഴേക്ക് പോയി കൃത്യം മുത്തശ്ശിയുടെ കാലിലേക്ക്. മുത്തശ്ശിയുടെ എട്ടിന്റെ പണി കെട്ടുന്നത്. അയ്യോ എന്റെ കാല് പോയെന്ന് പറഞ്ഞു കിടന്ന് അലറി കരയുവാണ്. ഈ സമയം എല്ലാരും കൂടെ അങ്ങോട്ട് ഓടി വന്നു. പിന്നെ മുത്തശ്ശിനെ ഒരു കസാര കൊണ്ട് ഇരുത്തുവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മുത്തശ്ശി ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യണ്ടെന്ന് എന്ന് പറയാണ്. അപ്പോഴാണ് അബിയും സൂര്യനെ അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ചെയ്ത് എന്താ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ചടങ്ങിനെ കുറിച്ചൊക്കെ പറയാ. അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ അറിയുമായിരുന്നു ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു സൂര്യ പറയാം. അതേടാ ഈ ചടങ്ങ് നടത്തേണ്ട ചടങ്ങ് തന്നെയാന്ന് പറയാണ്. അമല് പറഞ്ഞു വേണം വേണം ചടങ്ങ് നടത്തണം, എന്നല്ലേ മഹാലക്ഷ്മി അങ്ങോട്ട് വന്നു കയറുള്ളൂ, അല്ലെങ്കിൽ മഹാലക്ഷ്മി വരത്തില്ലോ എന്ന് പറയാം. എന്റെ കാല് പോയി. പെട്ടെന്ന് അപർണ സോറി മുത്തശ്ശി ഞാൻ അറിഞ്ഞോണ്ടല്ല. അമല് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, ചടങ്ങ് മുടക്കല്ലേ, നമ്മൾ ഇനിയും ചടങ്ങ് നടത്തണം എന്ന് പറയാം. മുത്തശ്ശൻ ശരിയാ ചടങ്ങ് ഇനിയും നടത്തണം, അല്ലെങ്കിൽ മഹാലക്ഷ്മി വരത്തില്ല എന്ന് പറയാം. സൂര്യനാരായണൻ പറഞ്ഞു വേണ്ടമ്മേ ഇതിന്റെ ഒന്നും കാര്യമില്ലെന്ന് പറയണം. അതെ ഈ വീടിന്റെ കാർന്നോത്തി ഞാനാ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. പിന്നീട് അപർണയോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യാം, എന്തെന്ന് ഒന്നുകൂടെ ആ കുടത്തിനകത്ത് വെള്ളം നിറച്ചുകൊണ്ട് വാ, വീണ്ടും ചടങ്ങ് തുടങ്ങാൻ പറയണം. ഇത് കേട്ട എന്ത് ചെയ്യണം എന്നറിയത്തില്ല, സമനില തെറ്റുപോലെ അപർണ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.